إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ മുത്തഖികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളമായ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് ഈ ഭൂമിയിൽ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. നിത്യജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളുടെ പട്ടിക നമ്മളെടുത്ത് പരിശോധിച്ചാൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി സംവിധാനിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. വഇൻ തഅഉദു നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ഒരു മുഅ്മിൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ ഓർക്കുവാൻ വേണ്ടി, അത് ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉദ്കുറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളിൽ നിന്നും ഭൂമികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അന്നം നൽകുന്ന, റിസ്ക് നൽകുന്ന, ഭക്ഷണം നൽകുന്ന മറ്റെന്തെങ്കിലും ഇലാഹ്, മറ്റൊരു സൃഷ്ടാവ്, ഖാലിഖ്
നിങ്ങൾക്കുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരിക്കലുമില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്ക് അർഹനായിക്കൊണ്ട്, ഇലാഹായിക്കൊണ്ട് അവനല്ലാതെ മറ്റാരുമില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മുഴുവൻ നിഅമത്തുകളും, ഒരുപാട് നിഅമത്തുകൾ എടുത്തെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഅൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നു മുൻസിലൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് മഴയായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറക്കിത്തന്നത്, മേഘങ്ങളിൽ നിന്ന് ഇറക്കിത്തന്നത് നാമാണോ അതോ നിങ്ങളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. ശേഷം അല്ലാഹു പറയുന്നുണ്ട്, ലൗ നശാഉ ജഅൽനാഹു ഉജാജ, ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ നാം ആക്കുമായിരുന്നു, ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. തീർന്നില്ല സുഹൃത്തുക്കളെ. ശേഷം അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിളകളെക്കുറിച്ച്, കൃഷികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അതിനു വേണ്ട വെള്ളവും വളവും വായുവും ഒക്കെ വേരുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന, വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളാണോ അതോ നാമാണോ? ശേഷം അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നൊരു വിത്ത് പോലും ലഭിക്കാത്ത രൂപത്തിൽ, ഒരു ഫലം പോലും, ഒരു കായ് പോലും ലഭിക്കാത്ത രൂപത്തിൽ നാം അതിനെ ഉണങ്ങിയ രൂപത്തിലാക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷെ നാം അത് ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തില്ല. കാരണം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ ഭൂമിയിൽ മനുഷ്യർ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്ന് മനുഷ്യരോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ശേഷം അല്ലാഹു പറയുന്നുണ്ട്, ഫറഅയ്തുമുൻ നാറ ലത്തി തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻശഅതും ഷജറതഹ അം നഹ്നുൽ മുൻശിഊൻ, ആ തീ നിങ്ങൾ ഉണ്ടാക്കുന്ന മരം അത് നട്ടുവളർത്തിയത് നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന നിഅമത്തുകൾ എടുത്തു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളോട് ചോദിച്ചത്? ആ നിഅമത്തുകൾ എടുത്തെടുത്ത് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ ആലോചിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അതിന് ശുക്ർ ചെയ്തുകൊണ്ട്, അല്ലാഹു നൽകിയ നിഅമത്തുകൾ അംഗീകരിച്ചുകൊണ്ട്, അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട്, വിനീതരായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും നിഷേധിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനും, ഒരു സൃഷ്ടിക്കും ഈ ഭൂമിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മനുഷ്യൻ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അങ്ങേയറ്റം ഉന്നതികൾ മനുഷ്യന് കൈയടക്കി എന്ന് പറഞ്ഞാലും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിഷേധിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പോലും മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം, അത് ഏത് വിഭാഗക്കാരനായാലും, അത് മതമുണ്ടെന്നും മതമില്ലെന്ന് വാദിക്കുന്നവനായാലും, അതുപോലെ തന്നെ നിരീശ്വരവാദിയായാലും, ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ചോദിക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ രാത്രി മാത്രമാണ് നാം സംവിധാനിച്ചതെങ്കിൽ, ഈ ഭൂമിയിൽ പകൽ എന്നൊരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ, പിന്നീട് പകൽ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ മറ്റേത് ഇലാഹുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഫലാ തസ്മഊൻ, എന്നിരിക്കെ അല്ലാഹുവിൻ്റെ ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ലേ? ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു അങ്ങനെ ഭൂമിയിൽ പകൽ മാത്രമേ സംവിധാനിച്ചിട്ടുള്ളൂവെങ്കിൽ, ഈ ഭൂമിയിൽ രാത്രി എന്നൊരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ല എങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രികൾ
ആരാണ് പിന്നെ നിങ്ങൾക്ക് കൊണ്ടുവരിക, ഏത് ഇലാഹുണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് തരാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ മറ്റൊരാൾക്കും നൽകാൻ പറ്റാത്ത രൂപത്തിലുള്ള നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മുഴുവൻ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരു നിമിഷം പോലും അഹങ്കരിക്കാൻ മനുഷ്യന് യോഗ്യതയില്ല, അവന് അർഹതയില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭൂമിയിലും നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ സ്വന്തം ശരീരത്തിലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന്, അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹു ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പിന്മാറല്ല റബ്ബേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് റബ്ബെങ്ങാനും പിന്മാറിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എല്ലാം നിർജീവമായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീട് മനുഷ്യന് വരാൻ സാധിക്കുക. അത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ആന്തരികമായ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാകും. നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്തയോട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്കവിടെ ബോധ്യമാകും. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, വൃക്കയുടെ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കയുടെ പ്രവർത്തനം, ഈ രൂപത്തിലുള്ള ആന്തരികമായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് മാത്രം എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത്. നമ്മളിൽ നിന്നും ഒരു രൂപ പോലും ഈടാക്കാതെ, നമ്മളിൽ നിന്ന് ഒന്നുപോലും ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടുന്ന രൂപത്തിൽ ഓരോ മനുഷ്യർക്കും അവർക്ക് അനുസൃതമായ രൂപത്തിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ചെയ്ത് നിഅമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഫീ അൻഫുസികും വലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നിഅമത്തുകൾക്കൊക്കെ നന്ദി കാണിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്ദി കാണിക്കാത്ത ആളുകളെ ഈ ദുനിയാവിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു മനുഷ്യന് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നീട് നമ്മെ കാണുമ്പോൾ മനുഷ്യനെ പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുകയെങ്കിൽ ദുർബലന്മാരായ മനുഷ്യന്മാർക്ക് പോലും എത്രയധികം ഒരു വെറുപ്പും ദേഷ്യമൊക്കെയാണ് ഉണ്ടാവുക എങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ച് സംവിധാനിച്ച് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ വാസയോഗ്യമായ രൂപത്തിൽ ഭൂമി ഒരുക്കിയ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തുകൾ നിഷേധിച്ചെങ്ങാനും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഇത്രയേറെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ട് അത് നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നവൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കും എന്ന ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിൻ്റെ നേതാവ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയ ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഉപദേശിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ഊസിക യാ മുആദ്, അല്ലയോ മുആദ്, താങ്കൾക്ക് ഞാൻ ചില ഉപദേശങ്ങൾ നൽകാം. എന്താണ് ഉപദേശം എന്നറിയോ? ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. തൻ്റെ പ്രിയ ശിഷ്യനെ വിളിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ, എല്ലാ നമസ്കാരത്തിന് ശേഷവും നീ പറയാതെ പോകരുത്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിക്കാതെ നമസ്കാരത്തിൽ കഴിഞ്ഞ് നീ എഴുന്നേറ്റ് പോകരുത് എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ച് ഉപദേശിക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നീ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ജീവിക്കാൻ എന്നെ നീ സഹായിക്കണേ. വശുക്രിക, ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ഭൂമിയിൽ ജീവിക്കാൻ നീ എന്നെ സഹായിക്കണേ. വഹസ്നി ഇബാദതിക, നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്തുകൾ, നിനക്ക് ആരാധനാ കർമ്മങ്ങൾ നിനക്ക് ചെയ്യാൻ, നീ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു സഹായം എനിക്ക് നീ നൽകണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതായി ചരിത്രങ്ങളിൽ സുഹൃത്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ബോധം, ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാവണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുക്കാണ്. അല്ലദീ അത്അമനാ വസഖാനാ, അവനാണ് നമ്മെ കുടിപ്പിച്ചതും നമ്മെ ഭക്ഷിപ്പിച്ചതും. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗത്ത് എത്രയോ ആളുകൾ ഭക്ഷണം കിട്ടാതെ, ശരിയായ രൂപത്തിൽ വെള്ളം കിട്ടാതെ എത്രയോ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം നൽകിയവൻ, നമുക്ക് നല്ല വെള്ളം നൽകിയവൻ അവനാണ്. വ കഫാന, നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലി സംബന്ധമായ മേഖലകളിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ എളുപ്പമാക്കി. അതുപോലെ തന്നെ വ ആവാന, നമുക്ക് അഭയം നൽകിയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് എത്രയോ ആളുകൾ, നമുക്കറിയാം, ലോകത്തിൻ്റെ എത്രയോ ആളുകൾ ലോകത്തൊക്കെ ശരിയായ രൂപത്തിലുള്ള അഭയസ്ഥാനങ്ങളില്ലാതെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകളുടെ വാർത്തകളൊക്കെ ദിനേന നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ രൂപത്തിലൊക്കെ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ, കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാതെ, ജോലിക്ക് പ്രശ്നങ്ങളില്ലാതെ, ഇബാദത്തുകൾക്ക് തടസ്സമില്ലാതെ ഈ രൂപത്തിലുള്ള നല്ല രൂപത്തിലുള്ള ജീവിതം ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം സംവിധാനിച്ച റബ്ബ്. ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഈൻ. എത്ര ആളുകളാണ് ശരിയായ രൂപത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ശരിയായ നല്ല രൂപത്തിൽ എളുപ്പമായ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റാതെ എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത്. അഭയസ്ഥാനമില്ലാതെ എത്ര ആളുകളുണ്ടെന്ന പ്രാർത്ഥന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും തൻ്റെ കിടപ്പറയിലേക്ക് പ്രവേശിക്കും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് എത്ര തവണ ഈ രൂപത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിഅമത്തുകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ നിഅമത്തുകൾ ചെയ്തു തരുമ്പോൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നിഅമത്തുകളും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇന്ന് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത ഖുർആനിക വചനം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ അറിവുമെല്ലാം നമ്മൾ ഏത് രൂപത്തിൽ ചെലവഴിച്ചു, നമ്മുടെ സമ്പത്ത് നമ്മൾ ഏത് രൂപത്തിൽ സമ്പാദിക്കുകയും ഏത് രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്തു, നമ്മുടെ ആരോഗ്യം എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ വരാനുണ്ട് എന്ന ബോധത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾ ഓർത്തുകൊണ്ട് അതിന് നന്ദിയുള്ളവരായിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും മറ്റു നിർദ്ദേശങ്ങൾക്കും ഒക്കെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അവൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ ഓർത്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കണമെന്നും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ദിനം വരാനുണ്ടെന്നും ഒക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് കൂടെ ഉണർത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിശപ്പ് കാരണം തൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങുകയാണ്. അന്ന് കാര്യമായി ഭക്ഷിക്കാനൊന്നും ലഭിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വീടിൻ്റെ പുറത്തിറങ്ങി വല്ലതും അന്വേഷിച്ച് നടക്കുമ്പോൾ മഹാന്മാരായ സഹാബിമാർ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരും ഇതുപോലെ ഈ രൂപത്തിൽ ഭക്ഷിക്കാൻ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോൾ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സഅ. എന്താണ് ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു മറുപടി പറയുന്നുണ്ട്, ജൂഉ യാ റസൂലല്ലാഹ്. റസൂലെ, വിശപ്പാണ്, ഒന്നും ലഭിച്ചിട്ടില്ല. ഭക്ഷണമായിട്ട് ഇന്ന് വയറ് നിറച്ച് ഭക്ഷിക്കുവാൻ വേണ്ടി ഒന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വല്ലതും ലഭിക്കുമോ എന്നറിയാൻ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയതാണ് എന്ന് റസൂലിനോട് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും അത് തന്നെയാണ് പുറത്തിറങ്ങിയതെന്ന് പറയുകയും അവരെ കൂട്ടി മഹാനായ ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ വീടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ സഹാബി അവിടെ സ്ഥലത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 പേരെയും സ്വീകരിച്ചിരുത്തി. അല്പം സമയം കഴിഞ്ഞപ്പോൾ
അൻസാരിയായ സഹാബി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇവരെ കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു 2 സഹാബികളെയും കണ്ട അൻസാരിയായ സഹാബിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അതിഥി സൽക്കാരത്തിനുള്ള വലിയൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവരെയും കണ്ട ആ സഹാബിക്ക് വല്ലാത്ത സന്തോഷമാവുകയും അദ്ദേഹം ഒരു പാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കൊണ്ടുപോയി പലയിനം കാരക്കുകൾ പറിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ നൽകുകയും ചെയ്തു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവരും അത് ഭക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം മഹാനായ സഹാബി പുറത്തുപോയി ഒരു ആടിനെ അറുത്തുകൊണ്ട് ഇവർക്ക് വേവിച്ചുകൊണ്ട് വീണ്ടും ഭക്ഷണം നൽകി. അങ്ങനെ 3 പേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവരും ആ രൂപത്തിൽ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടന്നുകൊണ്ട് പോകുമ്പോൾ ഇവരോട് 2 പേരുമായിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദി. അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലദീ നഫ്സി ബിയദി. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലതുസ്അലുന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ അനുഗ്രഹമുണ്ടല്ലോ, വിശന്ന് വലഞ്ഞുകൊണ്ട് വീടിന് പുറത്തിറങ്ങി വല്ലതും ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു മടങ്ങിപ്പോകുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി എല്ലാം നല്ല രൂപത്തിലായിക്കൊണ്ട് നിങ്ങൾ ഈ മടങ്ങിപ്പോകുന്ന ഈ ഒരു അവസരം, ഈ ഒരു നിഅമത്ത് റബ്ബ് ചെയ്തു തന്ന ഈ ഒരു അനുഗ്രഹമുണ്ടല്ലോ, നാളെ ഖിയാമത്ത് നാളിൽ അത് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ എല്ലാ നിഅമത്തുകളും നാളെ ചോദ്യം ചെയ്യപ്പെടാനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളിലും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ രൂപത്തിൽ നിഅമത്തുകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു നൽകുന്ന ഒരു അടിമക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് അവൻ്റെ ആയുസ്സിൽ ഒരു റമളാൻ കൂടി കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്പ ദിവസങ്ങൾക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ റമളാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പരീക്ഷകളൊക്കെ വരികയാണെങ്കിൽ എത്രമാത്രം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങും എന്ന് നമുക്കറിയാം. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അതിനു വേണ്ടുന്ന ആസൂത്രണങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും അതിനെ നമ്മൾ അഭിമുഖീകരിക്കുക. അതുപോലെ തന്നെ റമളാനിനെ കണ്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമായിക്കൊണ്ട് അതിനെ കണ്ടുകൊണ്ട് ആ റമളാനിന് വേണ്ടുന്ന രൂപത്തിലുള്ള ആസൂത്രണങ്ങളൊക്കെ നടത്താനുള്ളൊരു വേദിയാക്കി ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ പാകപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നീ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബത്തെയും ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ അവരെയും അറിയിച്ചുകൊണ്ട് എല്ലാവരും കൂടി കുടുംബത്തോടുകൂടി സൽക്കർമ്മങ്ങളിലായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഖുർആൻ്റെ ആശയങ്ങൾ പഠിക്കാനും ഖുർആൻ്റെ തഫ്സീറുകൾ വായിക്കാനും ഒക്കെ ഒരുപാട് സമയം കണ്ടെത്തിക്കൊണ്ടൊക്കെ കുടുംബത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്ത് കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പോകാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന, പരിശുദ്ധ റമളാൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന, ഒരുപാട് നന്മകളിൽ മുന്നിട്ട് വരാൻ സാധിക്കുന്ന നല്ലവരായ ആളുകൾ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹം ശാരീരികമായ അല്പം പ്രയാസത്തിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ദീനിൽ അടിയുറച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ അല്പം മുമ്പ് മരണപ്പെട്ടു. ആ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് പുറത്ത് മാപ്പാക്കിക്കൊണ്ട് നമുക്ക് എല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി പൂർണ്ണമായി ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാർ, അതുപോലെ തന്നെ നമുക്കൊക്കെ ദീൻ പകർന്നു പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാരായ ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെ ഖബർ ജീവിതം ബറക്കത്തും റാഹത്തും നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർദ്ധിച്ചു വരുന്ന ദുനിയാവിൻ്റെ ഫിത്നകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന നല്ലവരായ മുഅ്മിനുകളിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.